എല്ലാവരും ക്രിസ്മസിൻ്റെ പ്രകാശമുണരുന്ന പൂങ്കാവനത്തിൽ അതിൻ്റെ സൗകുമാര്യത ആസ്വദിച്ചിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അവസരമാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ ഗ്രാമഫോൺ റെക്കോർഡർ വെച്ച് പള്ളിയിൽ നിന്നും കേട്ടതിൻ്റെ ഒരു ഓർമ്മയാണ്. അതിന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളികളിൽ വെച്ചിരുന്ന കറങ്ങി വിചിത്രമായി പാട്ട് കേൾപ്പിക്കുന്ന പഴയ ഗ്രാമഫോൺ, അത് ചലിക്കുന്നതനുസരിച്ച് കാലുകൾ ഉത്സാഹത്തോടെ ദേവാലയത്തിലേക്ക് നീങ്ങുമായിരുന്നു. ഏതായാലും അത് കേട്ട് മനസ്സിൽ കുറിച്ചിട്ട ഒരു പാട്ടാണ് ഈ ക്രിസ്മസ് അവസരത്തിൽ ഓർമ്മ വരുന്നത്. ആ സംഗീതമാണ് ആദ്യമായി എന്നെ ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. 1978 ഫാദർ GT ഊന്നുകല്ലിൽ രചിച്ച് KPSC ജോൺസൺ സംഗീതം പകർന്ന് വാണി ജയറാമിൻ്റെ മധുര ശബ്ദത്തിൽ നമുക്കായി പകർന്നു തന്ന ബെത്ലഹേമിലെ രാവിൽ മോഹനവെള്ളിത്താരകം എന്ന് പറഞ്ഞ പാട്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. മറക്കാതിരിക്കാൻ ഈ പാട്ടിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഗീതം വളരെ കൗതുകകരമായി നമ്മെ ദൂരക്കാഴ്ചകൾ കാണിച്ചു തരുന്നത് എങ്ങനെയെന്ന് ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സംഗീതത്തിൽ സാഹിത്യലയങ്ങൾ മുങ്ങിക്കൊള്ളിക്കുന്നത് ഈ രചനയിൽ കൃത്യമായി നമുക്ക് അനുസ്മരിക്കാം. പാട്ട് കേൾപ്പിക്കട്ടെ. എപ്പോഴും പറയുന്ന പോലെ വാണി ജയറാമിൻ്റെ മധുര ശബ്ദത്തിൽ ഹൈ പിച്ചിൽ പാടുന്ന ഈ പാട്ട് നിങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രം കേട്ടോ. തുടങ്ങാം. ബേത്ലഹേമിൻരാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോളം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. ബേത്ലഹേമിൻരാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോളം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. ശാപസാഗര തീരം ചേര നീന്തി മർത്യനുഴന്നപ്പോൾ, വിണ്ണിൽ നിന്നും പൊന്നുണ്ണിയായി ദൈവം മണ്ണിൽ വന്നു പിറന്നു. അമ്പിളിക്കലപാലലകൾ വാരി വാരി ചൊരിഞ്ഞപ്പോൾ, രാക്കിളികളും പൂങ്കുയിലുകൾ ഗാനപീയൂഷം തൂകി. ബേത്ലഹേമിൻരാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോളം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു. കീറ്റുശീലയണിഞ്ഞു ദേവൻ കാറ്റുമേറ്റു കിടന്നപ്പോൾ, പൊന്നു മീറയും കുന്തിരിക്കവും മന്നവർ കാഴ്ചയണച്ചു. ബേത്ലഹേമിൻരാവിൽ മോഹന വെള്ളി താരകം കണ്ടു, നാഗസൗഭഗമോളം തുള്ളുന്ന ഗാനതല്ലജം കേട്ടു.